കഴിഞ്ഞ ദിവസം അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുമെന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ചുകൂടി സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. അമേരിക്ക പറയുന്നത് തങ്ങളിപ്പോൾ അയക്കുന്ന സൈനികരുടെ ഒരു വിഭാഗം ഇസ്രായേലിലേക്ക് പോകും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. അതിനവർ പറയുന്ന കാരണം ഒരു കരയുദ്ധം, സമ്പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ തങ്ങളുടെ പൗരന്മാർ ലെബനനിൽ കുടുങ്ങിയിട്ടുണ്ടാകും. അത്തരം പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ സൈനിക യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് പറയുന്നു. ഇതേ സമാനമായി തന്നെ ബ്രിട്ടനും പറയുന്നു തങ്ങളുടെ സൈന്യത്തെ ഇപ്പോൾ ഈ ഇസ്രായേലിലേക്ക് അയക്കുന്നു. പശ്ചിമേഷ്യയിൽ നിലവിൽ അവരുടെ സൈന്യമുണ്ട്. അതിൻ്റെ ചില വിഭാഗങ്ങളെ ഞങ്ങൾ ഇസ്രായേലിലേക്ക് അയക്കുന്നു. തങ്ങളുടെ പൗരന്മാരും ലെബനനിൽ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇസ്രായേലിലെ സഖ്യകക്ഷികളാണ് അമേരിക്കയും ബ്രിട്ടനും. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയാൽ ഇസ്രായേലിൻ്റെ സംരക്ഷണം അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ സഖ്യ സേനകൾ നേരത്തെ തന്നെ ഇസ്രായേലിലെത്തി നിലയുറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മറ്റു ചില മാധ്യമങ്ങളും പറയുന്നു. ഏതായാലും സൈപ്രസിലേക്കാണ് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അവരുടെ സേനകളെ അയക്കുന്നത്. അതായത് സമ്പൂർണ്ണ യുദ്ധം ഏതു നിമിഷവും ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ പല ഭാഗത്തുനിന്നും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇറാന്, യമന്, സിറിയ, ലെബനൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വന്നേക്കാം. ഇതിനെ ചെറുക്കുക, അതിനെ സഹായിക്കുക, ഇസ്രായേലിനെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സഖ്യ കക്ഷികൾ നേരത്തെ തന്നെ ചെങ്കടലിലടക്കം അവരുടെ പടക്കപ്പലുകളെ നങ്കൂരം ഇടിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സേനകളെ കൂടി വിട്ടു നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.